ഹലോ ഫ്രണ്ട്സ്, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാമേ. അതിനുവേണ്ടി ഞാനിവിടെ ശർക്കര, ഒരു ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു ഉണ്ട ശർക്കര, അത് മീഡിയം സൈസ് വലിപ്പത്തിൽ. എന്നിട്ട് പിന്നെ വേണ്ടത് ഒരു ഏത്തയ്ക്ക, ചെറുതായിട്ട് ഇതുപോലെ കഷ്ണമാക്കി അരിഞ്ഞത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒന്നാം പാൽ തന്നെ എടുക്കണം. അത് ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. റവ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് റവ. ഞാനിവിടെ അരിപ്പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല, റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൽ റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. റവ ഒരു പാത്രത്തിലോട്ടിട്ടു. ഇനി നമുക്ക് ഈ കപ്പിൽ തന്നെ തേങ്ങാപ്പാൽ ഞാൻ അളന്ന് കാണിക്കാം. ഇത് കണ്ടോ, കറക്റ്റ് ഒരു കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഈ റവയും തേങ്ങാപ്പാലും കൂടെ ഒന്ന് കുതിരാൻ വെക്കണം. ഒരു 15 മിനിറ്റ് കുതിർത്താൽ മതി. ഈ കുതിർക്കുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഉണ്ട ഒരു ശർക്കരയുടെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടത് പാനീയമാക്കാം. അത് പാനീയമാക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് അത് പാനീയമാകും. നല്ല ഇൻഡക്ഷൻ കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് അത് ഉരുക്കി കിട്ടും. എന്നിട്ടത് ഫിൽറ്റർ ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഒരു 4 ഏലക്ക പൊടിച്ചതും, പിന്നെ നമ്മൾ കുതിരാൻ വെച്ച റവയും തേങ്ങാപ്പാലും മിക്സ് ചെയ്ത് വെച്ച മിക്സ്ചറിലെ അതും ഒരു മിക്സിയുടെ ജാറിൽ ഇതിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കണം. അതിൻ്റെ കൂടെ ഇതുപോലെ അരിഞ്ഞ ഒരു ഫുൾ ഏത്തയ്ക്ക. ഇപ്പോൾ ഏത്തയ്ക്ക ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ പഴമായാലും ഒരു 3 പഴം എടുക്കണം, ചെറിയ പഴം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ശർക്കര പാനീയം കൂടെ ചേർക്കാം. എന്നിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കാനുണ്ട്. ഒരു 4 സ്പൂൺ തേങ്ങാക്കൊത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നെയ്യിൽ വറുത്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കണം. ഇനി ഇതും കൂടെ നമുക്ക് ആ മിക്സറിലോട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ട ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കേണ്ടത്. കണ്ടോ, പേസ്റ്റ് ഒരു തരി പോലും കാണത്തില്ല. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ആ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചില്ലേ, അതും കൂടെ ചേർക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വേറെ ഇനി ഒരു 10-15 മിനിറ്റ് വയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇപ്പം തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ട് എടുക്കാൻ തുടങ്ങാം. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 1 മണിക്കൂർ പോലും വേണ്ട, അതിനുള്ളിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുള്ളതുണ്ട്. തേങ്ങ മേടിക്കാൻ പാടാണെങ്കിൽ നമ്മൾ മിൽമ പാലിൽ ഒരു സെയിം അളവിൽ തന്നെ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പാൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് നമുക്ക് സാദാ പാലൊഴിച്ചാൽ കിട്ടത്തില്ല. ഇനി നമുക്ക് ഞാൻ ഒരു അപ്പച്ചട്ടി വെച്ചു. അതിനകത്ത് ആ കുഴികളെല്ലാം അടയുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പറ്റുന്ന മാവ് ഓരോ കുഴിയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് എണ്ണ തിളച്ചിട്ട് വേണമെങ്കിൽ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാൻ. കണ്ടോ, ഇനിയിപ്പം ഒരു 2 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് വേവുകയും ചെയ്യും. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. പെട്ടെന്ന് ചുട്ട് കിട്ടുകയും ചെയ്യും. വലിയ പാടുള്ള ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല സോഫ്റ്റായിരിക്കും ഉണ്ണിയപ്പം. ഈ ഒരു ഉണ്ണിയപ്പം കണ്ടോ, ഇതുപോലെ ഷേപ്പിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻസൊക്കെ അറിയിക്കണേ. ഞാനിടുന്ന റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്നൊക്കെ ഉള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു.